ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള നൈപുണ്യ വിടവ് നികത്താവുന്ന കോഴ്സുകൾക്ക് പ്രാധാന്യം നൽകുമെന്ന് മന്ത്രി ആർ ബിന്ദു. നിറങ്ങളിൽ നീരാടി ഹോളി ആഘോഷങ്ങൾ. UGC കരട് ചട്ടങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് SFI നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസ് മാർച്ച്. ബാലുശ്ശേരിയിൽ വ്യാപാര സ്ഥാപനത്തിൽ അഗ്നിബാധ. മതസൗഹാർദ്ദത്തിന് മാതൃക തീർത്ത് കോഴിക്കോട്ട് വ്യാപാരികളുടെ നോമ്പുതുറ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള നൈപുണ്യ വിടവ് നികത്താവുന്ന കോഴ്സുകൾക്ക് പ്രാധാന്യം നൽകുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. മൊകേരി ഗവൺമെന്റ് കോളേജിൽ അക്കാഡമിക് ആൻഡ് ഡിജിറ്റൽ റിസോഴ്സ് സെന്റർ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. മൊകേരി ഗവൺമെന്റ് കോളേജിൽ പുതുതായി നിർമ്മിച്ച അക്കാഡമിക് ആൻഡ് ഡിജിറ്റൽ റിസോഴ്സ് സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. ഇക്കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം 6000 കോടി രൂപ വിനിയോഗിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര എക്കണോമിക് റിവ്യൂവിൽ പരാമർശിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഈ സർക്കാരിന്റെ കാലത്ത് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് മാത്രം 1500 കോടിയിലധികം രൂപ ചെലവഴിച്ചു. ഇതിലൂടെ സർവകലാശാലകളിലും കോളേജുകളിലും സ്മാർട്ട് ക്ലാസ് റൂമുകളും അക്കാഡമിക് ആൻഡ് ഡിജിറ്റൽ റിസോഴ്സ് സെന്ററുകളും ഉന്നത നിലവാരത്തിലുള്ള ലാബുകളും ലൈബ്രറികളും നിർമ്മിക്കാൻ സാധിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. അഭ്യസ്ത വിദ്യരായ തൊഴിലന്വേഷകരുടെ പ്രശ്നം അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള സ്കിൽ ഗ്യാപ്പ്, നൈപുണ്യ വിടവ് നികത്താൻ ഉതകുന്ന വിധത്തിൽ സ്കിൽ കോഴ്സുകൾ ഉൾപ്പെടെ ക്രെഡിറ്റ് നൽകിക്കൊണ്ട് വൈദഗ്ധ്യ പോഷണത്തിനും നൈപുണ്യ വികസനത്തിനും കൂടി സാധ്യമാകുന്ന എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് പ്രധാനമായും കരിക്കുലം രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് ഊന്നൽ നൽകുന്നതായ ഒരു കാര്യം. മറുഭാഗം നാടിനു വേണ്ടുന്ന അറിവുകൾ സൃഷ്ടിക്കാൻ ഗവേഷണോന്മുഖമായ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ തൽപരരായ വിദ്യാർത്ഥികൾക്ക്, ആഴത്തിൽ അറിവന്വേഷിക്കാൻ തയ്യാറുള്ള വിദ്യാർത്ഥികൾക്ക് ഗവേഷണാത്മക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ്. KP കുഞ്ഞമ്മദ്കുട്ടി MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പദ്ധതി റിപ്പോർട്ട് കിറ്റ്കോ എഞ്ചിനീയർ അനു ആനന്ദ് P അവതരിപ്പിച്ചു. കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP ചന്ദ്രി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK റീത്ത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൈരളി K, ഗ്രാമപഞ്ചായത്ത് അംഗം രതീഷ് A എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി. നിറങ്ങളിൽ നീരാടി ഹോളി ആഘോഷം. പരസ്പരം നിറങ്ങൾ വാരിയണിഞ്ഞും മധുരം നുണഞ്ഞുമാണ് ഉത്തരേന്ത്യൻ സമുദായക്കാർ ഹോളി ആഘോഷിച്ചത്. കോഴിക്കോട്ട് വിവിധ കേന്ദ്രങ്ങളിൽ ഹോളി ആഘോഷങ്ങൾ നടന്നു. Something very special, something about the way you move that thing. Something very special, something about the way you do that thing. Something very special, there's something about tonight. Something very special. വസന്തകാലത്തെ വരവേൽക്കാനാണ് ഹോളി ആഘോഷം. നിറങ്ങളുടെ ഉത്സവമായ ഹോളി വസന്തോത്സവം എന്നും അറിയപ്പെടുന്നു. ഉത്തരേന്ത്യയിലാണ് ഹോളി ആഘോഷങ്ങൾ പ്രധാനമായും നടക്കുന്നതെങ്കിലും കേരളത്തിലും ആഘോഷങ്ങൾ വേണ്ടുവോളമുണ്ട്. കോഴിക്കോട്ടും വിവിധ സംഘങ്ങൾ ഹോളി ആഘോഷിച്ചു. അതിരാവിലെ മുതൽ ആരംഭിക്കുന്ന പാട്ടും നൃത്തവും അവസാനിക്കാൻ ഏറെ വൈകും. സമുദായത്തിലെ എല്ലാവരും ഒരിടത്ത് കൂടിച്ചേർന്നാണ് ആഘോഷങ്ങൾ.
പരസ്പരം വർണ്ണങ്ങൾ വാരിവിതറിയും നിറങ്ങൾ ചേർത്ത വെള്ളം ചീറ്റിച്ചും ആഘോഷങ്ങൾ പുരോഗമിക്കും. കൂടെ വിശേഷപ്പെട്ട ഭക്ഷ്യവിഭവങ്ങളും ഒരുക്കും. ഞങ്ങൾ ഇവിടെ ഏകദേശം 40 വർഷത്തോളമായിട്ട് രാജസ്ഥാനിൽ നിന്ന് മാറി താമസിക്കുന്ന കൂട്ടരാണ്. മഹേശ്വരീസാണ് ഞങ്ങൾ. കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് ഈ ഗ്രൗണ്ടിൽ തന്നെയാണ് ഞങ്ങൾ ഹോളി ആഘോഷിക്കുന്നത്. രാവിലെ മുതൽക്ക് കളറ്, ഭക്ഷണം, പിന്നെ തലേന്ന് രാത്രി പൂജ, എല്ലാ പരിപാടികളും നടത്തുന്നത് പക്ക രാജസ്ഥാനിലെ എങ്ങനെയാണോ നടത്തുന്നത് അതേമാതിരിയാണ് ഞങ്ങൾ കേരളത്തിലും നടത്തുന്നത്. ഹാപ്പി ഹോളി! ഉത്തരേന്ത്യൻ സമുദായക്കാർ ജാതിമത ഭാഷാ ഭേദമില്ലാതെയാണ് ഹോളി ആഘോഷിക്കുന്നത്. ഉത്തരേന്ത്യൻ സമൂഹം ഉള്ളിടത്തെല്ലാം മലയാളികളും ഹോളി ആഘോഷങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. UGC കരട് ചട്ടങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് SFI നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസ് മാർച്ച് നടത്തി. പ്രകടനമായെത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചവർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം അട്ടിമറിക്കുന്ന നിലയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച UGC കരട് ചട്ടങ്ങൾ പിൻവലിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ചിൽ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് K. അനുശ്രീ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TP അമൽരാജ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KC ഫർഹാൻ, സരോദ് ചങ്ങാടത്ത്, S. നന്ദന, ഖദീജ ഹിബ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മതസൗഹാർദ്ദത്തിന് മാതൃക തീർത്ത് കോഴിക്കോട്ട് വ്യാപാരികളുടെ നോമ്പുതുറ. MP റോഡ് സൗഹൃദ കൂട്ടായ്മയാണ് കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കും ഉപഭോക്താക്കൾക്കുമായി സമൂഹ നോമ്പുതുറ ഒരുക്കിയത്. കോഴിക്കോട് MP റോഡ് സൗഹൃദ കൂട്ടായ്മ സ്ഥാപന കെട്ടിട ഉടമകൾ, ജീവനക്കാർ, കയറ്റിറക്ക് തൊഴിലാളികൾ, ഉപഭോക്താക്കൾ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നോമ്പുതുറ സംഘടിപ്പിച്ചു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത പ്രായ ഭാഷാഭേദമന്യേ സൗഹൃദബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് വേണ്ടിയാണ് വർഷം തോറും ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്നത്. ഇത്തവണയും വിപുലമായാണ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത്. ചുവപ്പ് പരവതാനിയിൽ മേശ നിരത്തി മുകളിൽ മേലാപ്പൊരുക്കി വേദിയൊരുക്കിയാണ് ഇഫ്താർ വിരുന്ന് നടത്തിയത്. വ്യാപാരത്തെയും ഗതാഗതത്തെയും തടസ്സപ്പെടുത്താതെയായിരുന്നു വിരുന്നൊരുക്കിയത്. പ്രതീക്ഷിച്ചതിലധികം ജനപങ്കാളിത്തവും ഉണ്ടായി. എല്ലാവരുടെയും ഒത്തൊരുമിച്ച സഹകരണവും പ്രവർത്തനവും കൊണ്ട് ആർക്കും ഒരു പ്രയാസവും സൃഷ്ടിക്കാതെയാണ് ഇഫ്താർ വിരുന്ന് നടത്തിയത്. ചെറുകിട കെട്ടിട ഉടമ അസോസിയേഷൻ രക്ഷാധികാരി ഷവലിയർ C. ചാക്കുണ്ണി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇത്തരം കൂട്ടായ്മകൾ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും പ്രതിസന്ധി നേരിടുന്ന ചെറുകിട ഇടത്തരം വ്യാപാരി സമൂഹത്തിന് ഇത് പുത്തൻ ഉണർവ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. വർഷം തോറും വർദ്ധിച്ചു വരുന്ന സമൂഹ പങ്കാളിത്തം ഇത്തരം കൂടിച്ചേരലുകൾക്ക് വൻ സ്വീകാര്യതയുടെ ഉത്തമ ഉദാഹരണമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എല്ലാ രാജ്യമത പ്രായ വ്യത്യാസമന്യേ എല്ലാവരും ഒന്നിച്ചു കൂടി ഈ ഒത്തൊരുമ ഇത് വലിയൊരു മാതൃകയാണ്. ഇന്ന് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച നിങ്ങൾ ഓരോരുത്തരെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബാലുശ്ശേരിയിൽ വ്യാപാര സ്ഥാപനത്തിൽ അഗ്നിബാധ. ലാവണ്യ ഗിഫ്റ്റ് സെന്ററിനാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ തീപിടിച്ചത്. കട പൂർണ്ണമായും കത്തിനശിച്ചു. ഫയർഫോഴ്സും പോലീസും എത്തി തീയണച്ചു. ബാലുശ്ശേരി പോസ്റ്റ് ഓഫീസ് റോഡിനടുത്തുള്ള 3 നില കെട്ടിടത്തിൽ വൻ തീപിടുത്തം. ലാവണ്യ ഗിഫ്റ്റ് സെന്ററിന്റെ 3ാമത്തെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. രാത്രി 12ഓടെയാണ് തീ പടർന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അലൂമിനിയം, സ്റ്റീൽ ഉപകരണങ്ങളും ഗിഫ്റ്റ് സാധനങ്ങളും വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണിത്. നരുക്കുനിയിൽ നിന്നും ഫയർഫോഴ്സും ബാലുശ്ശേരി പോലീസും എത്തി തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. ദേശീയ അന്തർദേശീയ തൊഴിലിടങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ വിദ്യാർത്ഥികളെ സജ്ജരാക്കുക എന്നത് സുപ്രധാന കടമയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. പേരാമ്പ്ര CKG ഗവൺമെന്റ് കോളേജ് സുവർണ ജൂബിലി ആഘോഷം സഫലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നൈപുണ്യ വികസനം സുപ്രധാനമായ കാര്യമാണ്. ബിരുദ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചരിത്രത്തിൽ ആദ്യമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 4 വർഷ ബിരുദ പ്രോഗ്രാം കോളേജുകളിൽ ആവിഷ്കരിച്ചു കഴിഞ്ഞു. കേരളം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമാണ് അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എന്ന് കണ്ടുകൊണ്ടാണ് പ്രവർത്തനോന്മുഖ വിദ്യാഭ്യാസം കരിക്കുലത്തിന്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ എല്ലാ കോളേജുകളിലും സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് കരിയർ പ്ലാനിംഗ് സെൽസ് നിർബന്ധമായും ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതിന് ഒട്ടേറെ ഏജൻസികളെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ തന്നെ എംപാനൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ASAP. 150-ലേറെ സ്കിൽ കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഉൾപ്പെടെ നൽകാൻ ASAPന് സാധിക്കും. തീർച്ചയായും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലും ബഹുമാനപ്പെട്ട MLAയും എല്ലാം ആ കാര്യത്തിൽ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു ASAP കേന്ദ്രം ഇവിടെ കൊണ്ടുവരാമെന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. അതോടൊപ്പം പുതിയ കോഴ്സുകളുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അടുത്ത വർഷം പുതിയ കോഴ്സുകൾ തീർച്ചയായും വിവിധ കോളേജുകളിൽ നാം നൽകുന്നതാണ്. കാലത്തിനനുസൃതമായ വൊക്കേഷണൽ സ്വഭാവത്തോടു കൂടിയ പുതിയ കോഴ്സുകൾ കണ്ടെത്തി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിർദ്ദേശിക്കാൻ അധ്യാപക സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാകണം എന്ന് ഞാൻ സവിനയം അഭ്യർത്ഥിക്കുകയാണ്. TP രാമകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NP ബാബു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശശികുമാർ പേരാമ്പ്ര, വിനോദ് തിരുവോത്ത്, കോളേജ് യൂണിയൻ ചെയർമാൻ KP അഭിനന്ദ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ K ലിയ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ KP പ്രിയദർശൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. അത്തോളി കൊങ്ങന്നൂർ നസ്രത്തുൽ മസാക്കീൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ റമദാൻ കിറ്റ് വിതരണം ചെയ്തു. ജാതിമത വ്യത്യാസമില്ലാതെ നാടിനെ ചേർത്ത് പിടിച്ചുള്ള ട്രസ്റ്റിന്റെ കാരുണ്യത്തിന്റെ കരുതലിന് 13 വർഷം പിന്നിട്ടു. അത്തോളി കൊങ്ങന്നൂർ മലയിൽ ബ്രദർ ജുമാ മസ്ജിദ് കീഴിൽ പ്രവർത്തിക്കുന്ന നസ്രത്തുൽ മസാക്കിൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് റമദാൻ കിറ്റ് വിതരണം ചെയ്തത്. കൊങ്ങന്നൂർ ഇസ്ലാഹുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന ചടങ്ങിൽ NMCT പ്രസിഡന്റ് കുനിയിൽ ഹമീദ്, മഹല്ല് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സലീം കോറോത്തിന് കൈമാറി ഉദ്ഘാടനം ചെയ്തു. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുള്ള നസ്രത്തുൽ മസാക്കിൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് കുനിയിൽ ഹമീദ് പറഞ്ഞു. സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകൾക്കും സാധാരണക്കാരായ ഈ റമദാന് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും എല്ലാവർക്കും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇത്. ഇതിനുവേണ്ടി കൂടുതൽ നമ്മോട് സഹകരിക്കുന്നത് പ്രവാസികൾ സുഹൃത്തുക്കളാണ്. ദുബൈ കമ്മിറ്റി, സൗദി, കുവൈത്ത്, കൂടാതെ നല്ലവരായ നാട്ടുകാർ. ഇവരുടെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടെയാണ് എല്ലാ വർഷവും നമുക്കിത് നടത്തിപ്പോരാൻ പറ്റുന്നത്. ഈ മഹലിൽ മാത്രം ഒതുങ്ങുന്ന, ഈ മഹലിലെ ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. കൂടാതെ ജാതി മതഭേദമന്യേ നമ്മൾ ഇവിടെ മഹലിൽ ഈ ഗ്രാമത്തിൽ ഉള്ള ആളുകൾക്ക് മരുന്ന്, ഭക്ഷണ കിറ്റുകൾ, അതുപോലെ വിധവകളുടെ മക്കൾക്കുള്ള
ധനസഹായം പാവപ്പെട്ട പെൺകുട്ടികൾക്കുള്ള, അതുപോലെ നമ്മൾ വീടുകൾ നിർമ്മാണത്തിന്, ഇതൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ, ഇതെല്ലാം എത്രയോ വർഷങ്ങളായി നമ്മൾ ചെയ്തു പോവുകയാണ്. അത് നമുക്ക് റമദാന്റെ ഒരു സന്ദേശം കൂടിയാണ്. മഹല്ല് പ്രസിഡന്റ് ഷാബ് മൊയ്തീൻ കോയ ഹാജി അധ്യക്ഷനായി. മഹല്ല് ഖത്തീബ് PP മുഹമ്മദ് അലി പാക്കവി പ്രാർത്ഥന നടത്തി. NMCT സെക്രട്ടറി ലത്തീഫ് കോറോത്ത്, റിയാസ് കളത്തിൽ, സലീം ആലോക്കണ്ടി, TP സർഷാദ്, തസ്ലി കോറോത്ത്, OK മജീദ്, അനസ് കുനിയിൽ, OK തസ്ലീം, മുഹമ്മദ് കോയ മേത്തറമ്മിൽ എന്നിവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, അത്തോളി. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയുടെ അന്യായമായ അറസ്റ്റിൽ വടകരയിൽ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിക്കുമെന്ന് SDPI നേതാക്കൾ. ഫൈസിയെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന സംഗമം മാർച്ച് 16-നാണ് ചേരുക. അധികാരത്തിലുള്ള ഫാസിസ്റ്റ് സർക്കാർ വിമർശകരെയും പ്രതിപക്ഷ നേതാക്കളെയും പൗരാവകാശ പ്രവർത്തകരെയും വേട്ടയാടുന്നതാണ്. അത് തുടരുകയാണ്. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് MK ഫൈസി. സാമ്പത്തിക അന്വേഷണങ്ങളുടെ മറവിൽ ED ഉപയോഗിച്ച് മതന്യൂനപക്ഷങ്ങളെയും പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും വേട്ടയാടുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. MK ഫൈസിയെ അറസ്റ്റ് ചെയ്ത EDയുടെ നടപടി എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനുള്ള RSS നിയന്ത്രിത BJP സർക്കാരിന്റെ അജണ്ടയുടെ ഭാഗമാണെന്നും SDPI ജില്ലാ സെക്രട്ടറി ബാലൻ നടുവണ്ണൂർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 11 വർഷമായി അധികാരത്തിലുള്ള ഫാഷിസ്റ്റ് സർക്കാർ വിമർശകരെയും പ്രതിപക്ഷ നേതാക്കളെയും പൗരാവകാശ പ്രവർത്തകരെയും വേട്ടയാടുന്നത് തുടരുകയാണ്. അതിൽ ഒടുവിലത്തേത് മാത്രമാണ് MK ഫൈസിയുടെ അറസ്റ്റെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. MK ഫൈസിയെ നിരുപാധികം വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് 16-ന് വടകര ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുന്ന ഐക്യദാർഢ്യ സംഗമത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഷിജി, എലത്തൂർ മണ്ഡലം പ്രസിഡന്റ് നിസാർ ചെറുവറ്റ, മീഡിയ ഇൻചാർജ് PT അബ്ദുൽ ഖയ്യൂം എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജപ്പാനിലേക്ക് ഉപരിപഠനത്തിനും തൊഴിലിനുമായി പോകുന്ന 38 വിദ്യാർത്ഥികൾക്ക് കോഴിക്കോട്ടെ സൗഹൃദ കൂട്ടായ്മ യാത്രയയപ്പ് നൽകി. ജാപ്പനീസ് ലാംഗ്വേജ് ഫൗണ്ടേഷൻ ഭാഷാ ഉപദേഷ്ടാവ് സയഗ അയോഗി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഹോട്ടൽ കിങ് ഫോർട്ടിൽ നടന്ന ചടങ്ങിലാണ് ജാപ്പനീസ് ലാംഗ്വേജ് അക്കാദമിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ ആദരിച്ചത്. ജാപ്പനീസ് ലാംഗ്വേജ് ഫൗണ്ടേഷൻ ഭാഷാ ഉപദേഷ്ടാവ് സയഗ അയോഗി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ ജാപ്പനീസ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സന്ദർശിച്ചെങ്കിലും JLAയിലെ അധ്യാപകരുടെ ജാപ്പനീസ് ഭാഷാ പ്രാവീണ്യം അത്ഭുതപ്പെടുത്തിയെന്ന് സയക്ക പറഞ്ഞു. ജാപ്പനീസ് ഭാഷാ പഠനത്തിന്റെ പേരിൽ വലിയ തോതിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും അംഗീകൃത സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണമെന്നും അവർ പറഞ്ഞു. ですので、こちらのアカデミーで勉強することができて日本に行くことができる38人の皆さんは本当にラッキーだなというふうに思いました。കഴിഞ്ഞ വർഷം ജാപ്പനീസ് ലാംഗ്വേജ് അക്കാദമി വഴി 65 പേർ ജപ്പാനിലേക്ക് പോയിരുന്നു. മുഴുവൻ വിദ്യാർത്ഥികളും സ്കോളർഷിപ്പോടെയാണ് ജപ്പാനിലേക്ക് പോകുന്നത്. ജാപ്പനീസ് ലാംഗ്വേജ് അക്കാദമിയുടെ പ്രവർത്തനം കേരളത്തിൽ 15ാമത്തെ വർഷം പൂർത്തിയാവുകയാണ്. ഈ വർഷം 38 കുട്ടികളെ ജപ്പാനിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഈ വർഷം തന്നെ അടുത്ത ഇൻടേക്ക് ഒക്ടോബറിൽ നടക്കുന്നുണ്ട്. അതിലേക്ക് കൂടുതൽ കുട്ടികളെ എത്തിക്കാനുള്ള ശ്രമം ഓൾറെഡി ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം നമ്മൾ പോകുന്ന എല്ലാ കുട്ടികളെയും രക്ഷിതാക്കളെയും ഒന്നിച്ച് വിളിക്കുകയും പല കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്യുകയും ചെയ്തു. പല ഫേക്ക് ഏജൻസികളും ജപ്പാന്റെ കാര്യത്തിൽ പല ഫേക്ക് ഓഫർ ലെറ്ററുകളും കോളേജിന്റെ അഡ്മിഷൻ ലെറ്ററും ഒക്കെ കാണിച്ച് ഒരുപാട് പേരെ പറ്റിക്കുന്ന ഒരു അവസ്ഥ കഴിഞ്ഞ 2 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടി കൂടിയാണ്
രക്ഷിതാക്കൾ കൂടെ അവെയർ ആവാൻ വേണ്ടി ഇങ്ങനെയൊരു ഗെറ്റ് ടുഗദർ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ജപ്പാനിൽ ജെന്യൂൻ ആയിട്ടുള്ള റീസൺസ്, ഓപ്പർച്യൂണിറ്റീസ്, പോകാനുള്ള റീസൺസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ചന്ദ്രിക ദിനപത്രം എഡിറ്റർ കമാൽ ബരദൂർ, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ്, ഓയിസ്ക ഇന്റർനാഷണൽ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ അരവിന്ദ് ബാബു എന്നിവർ സംസാരിച്ചു. JLA MD ഡോക്ടർ സുബിൻ വാഴയിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള നൈപുണ്യ വിടവ് നികത്താവുന്ന കോഴ്സുകൾക്ക് പ്രാധാന്യം നൽകുമെന്ന് മന്ത്രി R. ബിന്ദു. നിറങ്ങളിൽ നീരാടി ഹോളി ആഘോഷങ്ങൾ. UGC കരട് ചട്ടങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് SFI നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസ് മാർച്ച്. ബാലുശ്ശേരിയിൽ വ്യാപാര സ്ഥാപനത്തിൽ അഗ്നിബാധ. മതസൗഹാർദ്ദത്തിന് മാതൃക തീർത്ത് കോഴിക്കോട്ട് വ്യാപാരികളുടെ നോമ്പുതുറ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.